സൂര്യ സാറിന്റെ ദേഹത്തേക്ക് പടക്കം എടുത്തെറിഞ്ഞത് ആരാന്നേ എനിക്കറിയാം. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി ഇനി ആരുടെ തലയിലടി നീ കുറ്റം ചാർത്താൻ പോന്നെ? നീ നോക്കിക്കോ, വേണോന്ന് വിചാരിച്ച നിന്റെ ആ നെറുകെട്ട അച്ഛനുണ്ടല്ലോ സുദേവൻ, അയാളെ നിന്റെ വീടിനകത്ത് കയറി പോലീസുകാരെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കും ഞങ്ങള്. എന്റെ സൂര്യ സാറിന് നേരെ പടക്കം എടുത്തെറിഞ്ഞത് നീയാ. ആ സമയത്ത് നിന്റെ കൂടെ നിന്റെ ഭർത്താവും ഉണ്ടായിരുന്നു. ഇത് ഞാൻ കണ്ടില്ല എന്ന് കരുതിയോ? ഇത്ര നേരം ഇവിടെ നിന്ന് ഇയാൾ എന്നെ കുറ്റപ്പെടുത്തി പലതും സംസാരിച്ചിട്ടും എന്റെ സൂര്യ സാറിന്റെ കിടപ്പുറത്ത് ഞാൻ ക്ഷമിച്ചതാ. എന്റെ സൂര്യ സാറിന് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, കൊന്നുകളയും നിന്നെ ഞാൻ. നീ ആരാടി? നീ ആരാന്ന്? നിന്റെ അച്ഛൻ എന്റെ മകളുടെ ഭർത്താവിനെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. ഇപ്പോ നീ എന്റെ മകളെ അടിച്ചു അല്ലേ? കാലി തൊഴുത്ത് കിടന്ന സുദേവന്റെ മകൾക്ക് ഇത്ര അഹങ്കാരോ? ഇതുവരെ നീ എന്റെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങി പോവാൻ മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷെ നീ ഒന്ന് ഓർത്തോ, നിന്റെ കുടുംബം ഒന്നടങ്കം ഞാൻ ഇല്ലാതാക്കിയിരിക്കും. ഇവിടെ പത്മയാ പറയുന്നേ. പത്മ മിണ്ടി പോരുത്, മിണ്ടരുത് നിങ്ങള്. ഇവളെ ന്യായീകരിക്കാൻ ഇനി നിങ്ങളെ ശ്രമിച്ചോണ്ടല്ലോ, ഓരോ മര്യാദ ഞാൻ നിങ്ങളോട് കാണിക്കില്ല. അവളുടെ ഒരു കണ്ടുപിടുത്തം, ഇന്ദ്രജയം വിജയാണ് സൂര്യ അപകടപ്പെടുത്തിയത്. എന്തിന്? അങ്ങനെ ഒരു കാഴ്ച ഇവളെ കണ്ടിരുന്നെങ്കിൽ ആ നിമിഷം ഇവള് വിളിച്ചു പറയുമായിരുന്നില്ലേ? ഇത്രയും നേരം അതിനുവേണ്ടി കാത്തിരിക്കുമായിരുന്നു അല്ല? നിങ്ങൾ പറയേ. അതെ അങ്കിൾ, നമ്മളെ പറ്റി പറഞ്ഞാൽ ആരും വിശ്വസിക്കുമല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും പറയാൻ എളുപ്പമാ. ഇപ്പൊ നിങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോ നിങ്ങളെ പിന്തുണയ്ക്കാൻ ആളുണ്ട്. പക്ഷേ ദൈവത്തിന്റെ മുന്നില് നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. നിർത്തടി. ഇനി നിന്നെ ഈ ഹോസ്പിറ്റലിന്റെ പരിസരത്ത് കൊണ്ടുവരുത്. മര്യാദയ്ക്ക് ഇവിടെ പറഞ്ഞുവിട്, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുവേ. മോളെ വാ വാ, നടക്ക. പോടി, നോക്കാതെ. അവളോ ഒരു നോട്ടം. നന്നായി മമ്മി, ചേച്ചി അടിച്ചിട്ട് അവളെ ഇനി ഇവിടെ നിർത്താൻ പാടില്ല. ഞാൻ ചെയ്ത തെറ്റ സർ. ഒരിക്കലും ഞാൻ ഇന്ദ്രജ മാഡത്തിനെതിരെ കൈയോങ്ങാൻ പാടില്ലായിരുന്നു. പക്ഷെ തെറ്റ് ചെയ്തവരാ എന്റെ അച്ഛനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേട്ടു നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. ക്ഷമിക്കണം സർ. മോളെ, അച്ഛൻ പറയുന്നത് നല്ല അർത്ഥത്തിൽ നീ മനസ്സിലാക്കണം. സൂര്യക്കിപ്പോ വേണ്ടത് നല്ല ചികിത്സയാണ്. നിന്നോടുള്ള വാശിയില് പത്മയും മക്കളും ഇപ്പോ വേറെ ഒന്നും ആലോചിക്കില്ല. അവര് കൂടുതൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് മോള് വീട്ടിലേക്ക് തിരിച്ചു പോണം. സാറിനെ പുറത്താക്കാണോ? അല്ല കുട്ടി, ഇവിടെ ഇരുന്നാലും പുറത്തിരുന്ന് കരയാനല്ലേ നിനക്ക് പറ്റൂ.
മോൾ അവിടെ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുക. പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാ ഞാൻ മോളോട് റിക്വസ്റ്റ് ചെയ്യുന്നത്. ഞാനിപ്പോ വലിയ തെറ്റ് ചെയ്ത ആളാ അല്ല സർ. എനിക്ക് എന്റെ സാറിന്റെ അടുത്ത് നിൽക്കാനുള്ള യോഗ്യത പോലും ഇല്ല അല്ലേ? ഞാൻ എന്റെ സാറിനെ എത്ര സ്നേഹിക്കുന്നുണ്ടെന്ന്, എന്റെ സാറിന് വേണ്ടി എത്ര പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് സാറിന് അറിയില്ല. എനിക്കറിയാം. നിന്റെ സ്നേഹത്തിൽ തന്നെയാ അവനെക്കുറിച്ചുള്ള എന്റെ പ്രതീക്ഷ. അവൻ തിരിച്ചു വരും മോളെ. നിന്റെ സ്നേഹം അവൻ തിരിച്ചു തരും. നിന്നെ ഒരു ബലിമൃഗത്തെ പോലെ ഇവിടെ ഇട്ട് വേട്ടയാടുന്നത് കാണാൻ അച്ഛന് വയ്യാത്തതുകൊണ്ടാണ്.